ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കൂട്ടുകാരെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടോംസി, ഇതെൻ്റെ കൂട്ടുകാരി അൽവീന. ഞങ്ങൾ വരുന്നത് കോട്ടയം അതിരൂപതയിലെ അറുന്നൂറ്റിമംഗലം സെൻറ്റ് ജോസഫ് ഇടവകാംഗങ്ങളാണ്. ഞങ്ങൾ ഉടമ്പടിനെ പറ്റി അറിഞ്ഞത് ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 11 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയതിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ ഞാൻ മുഴുവൻ സബ്ജക്റ്റിനും ഫെയിലായി. ആ ഒരു നിമിഷം എനിക്ക് വളരെയധികം ദുഃഖവും ശാരീരികവും മാനസികവുമായ ഒരുപാട് വേദനകൾ ഞാൻ അനുഭവിച്ച സമയമായിരുന്നു അത്. ആ ടൈമിൽ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവ് ഈശോയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അത് എനിക്ക് പറയാനായിട്ട് ഈശോയ്ക്ക് എന്നെ കൂടുതലും അമ്മ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. അമ്മ മുന്നോട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ പാസ്സായി തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ 4th ഇയർ അവസാന റിസൾട്ട് വന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുകയാണ്. നേഴ്സിംഗ് BSc നേഴ്സിംഗ് കംപ്ലീറ്റ് പാസ്സായി. അത് ആ ഫസ്റ്റ് ഇയർ മുഴുവൻ വിഷയത്തിനും ഫെയിലായതിനു ശേഷം ഞാൻ പിന്നീട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഫെയിലായിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ പിന്നെ ഫെയിലായി തുടങ്ങി. അവർക്ക് വളരെയധികം വിഷമവും ദുഃഖവും അനുഭവിച്ച വേളയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒത്തിരി ഈശോയുമായിട്ട് ഒരുപാട് അടുക്കാനും ഇടയായിട്ടുണ്ട്. അതിന് മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്കൊരു വയറുവേദന അനുഭവപ്പെടുന്ന സമയം ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പരീക്ഷാ കാലഘട്ടത്തിലായിരുന്നു. അറിയാലോ, ഒരുപാട് രോഗങ്ങൾ വരുന്ന സമയമായിരുന്നു. അപ്പോൾ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചു. അത് എൻ്റെ കുഴിനകത്തിൻ്റെ കാര്യത്തിനായാലും അത് ഉപയോഗിച്ചതിന് ശേഷം മാറിക്കിട്ടി. വയറുവേദന പൂർണ്ണമായും മാറിക്കിട്ടി. അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. കുഴിനകം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാലോ, ഭയങ്കര വേദനയാണ്. ഒരാൾ ചവിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ച് ഒരു നടക്കാനായിക്കോട്ടെ, എന്ത് ജോലി ചെയ്യാനായിക്കോട്ടെ, എന്തിന് പോയാലും അനുഭവപ്പെടുന്ന വേദന ഒന്ന് വേറെ തന്നെയാണ്. അത് ഞാൻ അവിടെ പഠിക്കുമ്പോൾ സമയത്തായാൽ പോലും ഈ നഖം എടുത്ത് ഡോക്ടർ നഖം എടുത്ത് കളയുമായിരുന്നു. എങ്കിലും പിന്നെയും വരുമായിരുന്നു. ഇത് തന്നെയായിരുന്നു എനിക്ക് ആശുപത്രി പോയാൽ. ഡോക്ടർമാർ തന്നെ ചോദിക്കുമായിരുന്നു, നിനക്ക് ഇതേ പണിയുള്ളൂ എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. ഇതെന്ത് ചെയ്തിട്ടാവായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. ആ സമയത്തും അമ്മയുടെ ഉടമ്പടി തൈലം തൂത്തിട്ടാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. അതെൻ്റെ കുടുംബത്തിലുള്ളവർക്കായാലും ഉടമ്പടി വസ്തുക്കൾ അമ്മയുടെ ഉടമ്പടി തൈലം, മെയിനായിട്ട് തൈലം തൂത്തിട്ട് ഒരുപാട് സൗഖ്യങ്ങളുണ്ടായിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനി എൻ്റെ കൂട്ടുകാരിക്ക് സാക്ഷ്യം പറയാനുണ്ട്, ഞാൻ അവർക്ക് കൊടുക്കും. എൻ്റെ പേര് അൽവിന. ഞാൻ അറുന്നൂറ്റിമംഗലം സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരി 6 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു BSc നേഴ്സാണ്. ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നൊരു കുട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫസ്റ്റ് ഇയറിൽ എല്ലാവരും ഞങ്ങളെ പേടിപ്പിച്ചിരുന്നു. ഫസ്റ്റ് ഇയർ എക്സാം ഭയങ്കര പാടാണ്, എഴുതിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങളെ നന്നായിട്ട് പേടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഐശ്വര്യ എന്ന് പറയുന്നൊരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടിരുന്നു. ചേച്ചിക്ക് ഇതുപോലെ ഫസ്റ്റ് ഇയർ എക്സാം എഴുതി കിട്ടിയതിനെ പറ്റിയിട്ട് ഞാൻ കേട്ടു. അപ്പോൾ അതേ തുടർന്ന് എനിക്കത് ഭയങ്കര ഇൻസ്പയർഡായി. അത് കേട്ടതിനെ തുടർന്ന് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കിട്ടിയാൽ ഞാൻ എക്സാം പാസ്സാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിൽ ഞാൻ വിശ്വസിച്ചു. അതിനെ തുടർന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ പരിശുദ്ധ അമ്മയെ വിശ്വസിച്ചു. ഞാൻ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ, എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഈ എക്സാമിന് പാസ്സാകത്തില്ല, പരിശുദ്ധ അമ്മ നീ എന്നെ സഹായിക്കണം, എനിക്ക് 455 മാർക്ക്, അതായത് ഫസ്റ്റ് ക്ലാസ്സോടെ എനിക്ക് പാസ്സാകണമെന്ന് നിയോഗത്തിൽ ഞാൻ എഴുതിയിട്ടു. പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. റിസൾട്ട് വന്നപ്പോൾ അതിനേക്കാൾ ഉപരി, അതായത് 462 മാർക്ക് തന്ന പരിശുദ്ധ അമ്മ എന്നെ ഫസ്റ്റ് ഇയർ എന്നെ പാസ്സാക്കി. അടുത്ത വർഷം സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് ചെറിയ അഹങ്കാരമൊക്കെ വന്നു. ഞാൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ കുറച്ചകന്നു. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാനാണെങ്കിൽ
3 സബ്ജക്റ്റിന് ഫെയിലായി. അതിൽ 2 സബ്ജക്റ്റ് എനിക്ക് സപ്ലിക്ക് എഴുതി കിട്ടി. അതിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. അതായത് അതൊരു 3 തവണ ഞാനത് എഴുതി. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇതുണ്ട്, ഞങ്ങൾക്ക് 3rd ഇയർ വരെ കംപ്ലീറ്റ് ചെയ്യാതെ 4th ഇയർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് 3rd ഇയറിൻ്റെ സപ്ലിയുടെ സമയത്താണ്, അതായത് ജൂൺ 19, 2025 ജൂൺ 19 എൻ്റെ അവസാനത്തെ ചാൻസ്. ഞാൻ പല തവണകളായിട്ട് എക്സാം എഴുതി. എൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നഷ്ടപ്പെട്ടു. ദൈവമേ, നീ ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ ഞാൻ ഈ എക്സാം പാസ്സാകത്തുള്ളൂ. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ എനിക്ക് 4th ഇയർ എക്സാം അറ്റൻഡ് ചെയ്യണം. എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ്. പരിശുദ്ധിയമ്മ, നീ എന്നെ സഹായിക്കണം. നീ ഇല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ കരച്ചിൽ വരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്നെ വളരെയധികം നന്നായിട്ട് ഈ ഒരു ഫെയിലായത് എന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അതിനെ തുടർന്ന് പരിശുദ്ധ അമ്മയെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് ഞാൻ പാസ്സായി. എനിക്ക് 4th ഇയർ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പരിശുദ്ധ അമ്മേനെ സഹായിച്ചു. 4th ഇയറിൽ എൻ്റെ കൂട്ടുകാരുടെ കൂടെ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. റിസൾട്ട് വന്നു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനൊരു കൂടി നന്ദി. എൻ്റെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപ കൊണ്ട് മാത്രം ലഭിച്ചതാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ തക്ക അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയത്. പിന്നെ തുടർച്ചയായി ഞങ്ങൾ അനുഭവിച്ച ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി മാത്രമല്ല, അതായത് എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുഗ്രഹവും കൂടെ അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ മാസവും എനിക്ക് എൻ്റെ പപ്പ ഇവിടെ നിന്ന് പത്രം വാങ്ങി, കന്നഡയും മലയാളവും പത്രം വാങ്ങി ഞങ്ങളുടെ പഠിക്കുന്ന സ്ഥലത്തേക്ക് അയച്ചു തരികയും, മലയാള പത്രം ഞങ്ങൾ കോളേജിൽ ഞങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കുകയും, കന്നഡ പത്രം എനിക്കറിയാവുന്ന കന്നഡയൊക്കെ പറഞ്ഞ് എനിക്ക് അവിടുത്തെ പള്ളിയിലൊക്കെ കൊടുക്കാനും സാധിച്ചു. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ പറ്റുന്ന രീതിയിൽ സഹായിക്കാനായിട്ടൊക്കെ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു. ഓർഫനേജിൽ ഞങ്ങൾ പോകുകയും അവിടുത്തെ സിസ്റ്റർമാരോട് ചോദിച്ചിട്ട് സിസ്റ്റർമാർ അവിടെ എന്താണ് കുട്ടികൾക്ക് ആവശ്യമെന്ന് പറയുകയും ആ ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കുകയും ഞങ്ങളങ്ങനെ അവരെ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഡ്രസ്സെല്ലാം ഡ്രസ്സ് കളക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ ഓർഫനേജിൽ ഞങ്ങൾ കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി. ആത്മീയമായിട്ട് വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 21 വയസ്സാണ്. ഇത്രയും നാളിനിടയിൽ എനിക്ക് ബൈബിളൊന്നും വായിക്കാനായിട്ടുള്ള ഒരു പ്രചോദനമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ 4 വർഷത്തെ BSc നഴ്സിംഗ് പഠനകാലം എന്ന് പറയുന്നത് എല്ലാവരെയും പോലെയല്ല, ഞങ്ങൾക്ക് കൂടുതൽ ആത്മീയമായിട്ട് വളരുവാനായിട്ട് ഞങ്ങൾക്ക് സഹായിച്ചു. അതായത് ഞങ്ങൾക്ക് അവിടെ പ്രെയർ ഹാളും അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങളെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരുവാനായിട്ടുള്ള എല്ലാ രീതിയും ഞങ്ങൾക്ക് എല്ലാ അവസരങ്ങളും നൽകി. അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ പള്ളിയിൽ കൊയറിലുള്ള ഒരാളായിരുന്നു. എനിക്ക് ദാവങ്കരെ ഞങ്ങൾ ആ പഠിച്ച സ്ഥലത്ത് ഞാൻ പോകുന്ന പള്ളിയിൽ എനിക്ക് അവിടെ കൊയറിൽ കയറണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ അതെനിക്ക് സഹായിച്ചു. ഞാൻ അവിടെ 4 വർഷക്കാലവും കൊയറിൽ പാട്ട് പാടുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് എനിക്ക് ഒരു തവണ ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. 2 വർഷക്കാലം എനിക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു തലവേദന, അത് ഒരു ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ആയിരുന്നു. ആ ഒരു തലവേദനയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ രോഗസൗഖ്യം ലഭിച്ചു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് വൈകിപ്പോയി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അതിനോട് മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെ മാതാവ് ഈ ഒരു ഉടമ്പടിയിലൂടെ ഞങ്ങൾ ഒത്തിരി വളർന്നെന്ന് മാത്രമല്ല, പരിശുദ്ധ അമ്മ ഞങ്ങൾക്കൊരു കൂട്ടുകാരിയെ പോലെയായിരുന്നു. എന്ത് വേദനകളും പ്രയാസങ്ങളും നേഴ്സിംഗ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ,
ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒരു പഠനം ഒരു പഠിച്ച് ജയിക്കുക എന്നത് മാത്രമല്ല, ഈശോനെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ പാസ്സായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിന് കാരണം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അത് ആത്മീയമായിട്ട് ഒത്തിരി വളർന്ന് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ പറ്റുന്ന രീതിയിൽ, കാരണം നാട്ടിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നാട്ടിലല്ല, അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റേതായ രീതിയിലാണ് ചെയ്തു പോയത്. അപ്പം അതിന് എന്തോരം നന്ദി പറഞ്ഞാലും മാതാവിനും ഈശോയ്ക്ക് മതി വരില്ല. ഒരുപാട് നന്ദി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്നാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. എന്ത് പ്രശ്നം വന്നാലും തളരാതെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ജോലി പ്രശ്നങ്ങളാവാം, സാമ്പത്തിക തകർച്ചകളാവാം, ദൈവം ഒരു വഴി തുറന്നു തരുമെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. രോഗാവസ്ഥയിൽ രോഗം സൗഖ്യപ്പെടും, ജോലിയില്ലായ്മയിൽ ജോലി കിട്ടുമെന്നും പരീക്ഷയിൽ ജയിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളെയും ഉടമ്പടി ജീവിതത്തിൽ ഈശോയിലേക്ക് കരം പിടിച്ച് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. ഈ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് നാം ഓരോരുത്തരും കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് തുടച്ചു നിൽക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് നമ്മുടെ ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത്. 4th ഇയർ ഫൈനൽ എക്സാം എഴുതാൻ സാധിക്കുകയും നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് ഇവർ രണ്ടുപേരും പറയുന്നത് ഇത് ഞങ്ങളുടെ മെറിറ്റ് അല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കാരണം ടോംസിയുടെ ഫസ്റ്റ് ഇയറിൽ 3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് എല്ലാ സബ്ജക്റ്റിലും ഫെയിൽ ചെയ്ത് അപ്പോഴവിടെ മെറിറ്റ് ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഉടമ്പടി എടുത്തപ്പോൾ ഈശോയുടെ കൃപയാൽ മൾക്ക് ജയിക്കുവാൻ സാധിച്ചു. അൽവിനയെ അതുപോലെ തന്നെ 3 പ്രാവശ്യം ഫൈനൽ 3rd ഇയർ എഴുതി. പക്ഷേങ്കിൽ വീണ്ടും അവിടെയും അമ്മയുടെ ഒരു വലിയൊരു മെറിറ്റില്ല, പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ് രണ്ടുപേരും പാസ്സായെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെയും അമ്മയുടെ അനുഗ്രഹം അടുത്തറിഞ്ഞ മക്കളാണ്. അവർ പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റു കുട്ടികളും ഞങ്ങൾ കൂടുതൽ നഴ്സിങ്ങിൻ്റെ പഠനത്തോടൊപ്പം, നമുക്കറിയാം നല്ലപോലെ പഠിക്കാനുണ്ട്, ആ പഠനത്തോടൊപ്പം ആത്മീയമായിട്ട് മുന്നേറുവാനും സാധിച്ചു. എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുവാനും ഡെയിലി ബ്രെഡും ഡെയിലി പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ കേൾക്കുവാനൊക്കെ സാധിച്ചു എന്നാണ്. പഠിത്തത്തോടൊപ്പം ആത്മീയമായിട്ടൊരു ജീവിതം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തോൽവിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ വീഴ്ചയുണ്ടായി തന്നെയും നമ്മളെ ഉറപ്പിച്ച് ആ ജീവിതത്തിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു സാക്ഷ്യമാണ് ഈ മക്കൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ സംശയങ്ങളും നീക്കി ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വാസത്തിലുപരി വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അൽവിനയ്ക്കും ടോംസിക്കും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.